ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. ഹോട്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ചൂട് പിടിച്ച ചോദ്യങ്ങൾ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗബ്രിയുടെ ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തില് ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിൽ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുള്ള വേറെ രണ്ടുപേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇപ്പോ ഞാൻ അകത്ത് പോകുമ്പോൾ എന്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അവരെന്നോട് പറഞ്ഞില്ല ഗബ്രി നീ ആ തൊട്ടത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇത്രയും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്യാമെന്ന് പോന്നു. കുറേയേറെ കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലെ? എവിടെ ഗബ്രിക്ക് പണി പാളിയത്? എനിക്ക് പണി പാളിയിട്ടില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആ പണി പിന്നെ എങ്ങനെയാ അത്? പണി പാളിയില്ലെങ്കിൽ കാൽക്കുലേഷൻ ശരിയായിരുന്നെങ്കിൽ പുറത്തു വന്നതാണ്. പുറത്തു വന്നത് എന്റെ കാൽക്കുലേഷൻ ആണെങ്കിൽ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? പുറത്താവുന്നതും കാൽക്കുലേഷൻ ആയിരുന്നു. അപ്പൊ ഒരിക്കലും അവിടെ ചെല്ലുമ്പോ പക്ഷെ ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ എത്തുമ്പോൾ 100 ദിവസം നിൽക്കണം, കപ്പടിച്ചില്ലെങ്കിലും 100 ദിവസം നിൽക്കണം എന്നുള്ളത്. അങ്ങനെ ഒരാൾ 100 ദിവസം പൂർത്തിയാവണേക്കാൾ മുമ്പ് ഇറങ്ങുന്നത് കാൽക്കുലേഷൻ തെറ്റല്ലല്ലോ. അതല്ല ഉദ്ദേശം. 100 ദിവസം തികയാതെ പുറത്തിറങ്ങി പറയുന്നത് ഗബ്രി തന്നെ പറഞ്ഞു ഗബ്രി കാൽക്കുലേഷൻ ആയിരുന്നു. പുറത്തിറങ്ങിയ വേറൊരു നിങ്ങളാണ് പറഞ്ഞത്. അല്ല, അതാണോ ചോദിച്ചപ്പോ അതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഡെലിബറേറ്റ് ചോയ്സ് ആയിരുന്നു. അല്ല, അത് ഇപ്പൊ മാറ്റി പറഞ്ഞത്. ഇപ്പോൾ തന്നെ ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ജനവിധി മാനിക്കുന്നു എന്നുള്ളത്. അല്ല, ജനവിധി എന്ന് പറയുന്നത് വോട്ടാണ്. ഈ വോട്ട് വരുന്നത് എങ്ങനെയാ? മത്സരാർത്ഥികളുടെ എങ്ങനെ ഗെയിം കളിക്കുന്നു, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, എങ്ങനെ ചെയ്യുന്നു. ജനത്തിന് പറ്റില്ല. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110% അങ്ങനെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ? കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല, ഇത് സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോൾ അതിന് കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനവരിയുടെ ഭാഗമാണ്. എന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയാണ്. അതേ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാണ് ഗബ്രീനെ എങ്കിൽ ഗബ്രി അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ കാണുകയാണെങ്കിൽ ഗബ്രി വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്ന് എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. ഉസ്മാനെ രക്ഷപ്പെട്ടോ.